സ്പോട്ട് ലൈവിന് പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് ചികിത്സാ പിഴവ് കാരണം രോഗി മരിച്ച സംഭവത്തിൽ കോട്ടക്കടവ് TMH ആശുപത്രി അധികൃതരെയും പ്രതി ചേർക്കും. വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലൂക്കിന്റെ നിയമനത്തിൽ ആശുപത്രി മാനേജ്മെന്റിന് പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് നടപടി. MS അനീഷ് കുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. അനീഷ്, കഴിഞ്ഞ 10 വർഷ കാലയളവിനിടെ 9ഓളം ആശുപത്രികളിൽ രോഗികളെ ചികിത്സിച്ച വ്യാജ ഡോക്ടറായ അബു എബ്രഹാം ലൂക്കിന്റെ ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് പുറത്തു വന്നത്, ഈ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ചികിത്സാ പിഴവ് കാരണം ഒരു രോഗിയുടെ മരണം സംഭവിച്ചതോടുകൂടിയാണ്. ഇപ്പോൾ വലിയ അവിടുത്തെ ഇയാൾ ചികിത്സിച്ച രോഗികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ അബു എബ്രഹാമിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരിക്കുന്നു. ഈ ആശുപത്രിക്കെതിരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമോ അനീഷ്? തീർച്ചയായും ഇതിന്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ ആശുപത്രി അധികൃതർക്കുണ്ട്, TMH ആശുപത്രി അധികൃതർക്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. കാരണം ഇന്നലെ ആശുപത്രിയുടെ മാനേജർ നമ്മളുമായി സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു തങ്ങൾക്ക് ഇക്കാര്യത്തിൽ പിഴവ് പറ്റിയെന്ന്. ഈ വ്യാജ ഡോക്ടറായി വന്ന അബുവിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾ ചെയ്തിരുന്നില്ല എന്ന് അവർ പരസ്യമായി തന്നെ സമ്മതിച്ചതാണ്. ഒപ്പം മറ്റൊരു ഡോക്ടറുടെ പേരിലുള്ള രജിസ്ട്രേഷൻ നമ്പറാണ് ഇവർക്ക് നൽകുകയും ചെയ്ത് ഈ നമ്പറിൽ ഉള്ള ആരാണ് എന്ന് കൃത്യമായൊരു പരിശോധനയും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും നടത്തിയില്ല. എന്തായാലും പോലീസ് ഇന്നലെ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തുകയും ആശുപത്രിയിലെ ഇത്തരത്തിലെ ഈ വ്യാജ ഡോക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ടും ഇയാൾക്ക് ശമ്പളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ രേഖകളിൽ നിന്ന് തന്നെ പ്രഥമ ദൃഷ്ട്യാ ആശുപത്രിക്ക് കനത്ത വീഴ്ച പറ്റിയതായി പോലീസ് വിലയിരുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശുപത്രി അധികൃതരെയും ഈ കേസിൽ പ്രതി ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആശുപത്രി അധികൃതർ തന്നെ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ഇതൊരു പതിവ് ശീലമാണ്. കാരണം ഈ ഓരോ മെഡിക്കൽ കോളേജുകളിലും മറ്റുമൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന ആളുകളെ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് മറ്റുമൊക്കെ ആശുപത്രികളിൽ നിയോഗിക്കുന്നത് പതിവാണ്. കാരണം ഈ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ ഡോക്ടർമാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഉള്ള ഡോക്ടർമാർ ഭാരിച്ച ശമ്പളം ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്രയധികം പണം നൽകിയൊക്കെ ആളുകളെ നിയമിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളെ, ഈ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ എവിടേക്ക് തുച്ഛമായ പണം നൽകി, അവർക്കാവുമ്പോൾ പഠിക്കുന്ന കാലമായതുകൊണ്ട് ചെറിയ പണം നൽകിയാൽ മതി, അത്തരത്തിൽ നിയോഗിക്കുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിലേക്ക് അടക്കം പല ആശുപത്രികളിലും ഇത്തരം വിദ്യാർത്ഥികൾ ജോലി നോക്കുന്നുണ്ട് എന്നും അവർ പറയുന്നു. എന്തായാലും വളരെ ഗുരുതരമായ ഒരു കുഴപ്പം തന്നെയാണിത്. കാരണം പഠനം പൂർത്തിയാവാത്ത വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷണ വസ്തു എന്ന രീതിയിൽ രോഗികളെ എറിഞ്ഞു നൽകുന്ന നിലപാടാണ് ഈ ആശുപത്രി മാനേജ്മെന്റുകൾ കൈക്കൊള്ളുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും തന്നെ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് TMH ആശുപത്രിയുടെ ഭാഗത്ത് മാത്രം ഒരു വീഴ്ച ഉണ്ടായെന്ന് പറയാൻ കഴിയുമോ? ഇതിനു മുൻപ് ഇയാൾ ഈ അബു എബ്രഹാം ലൂക്ക് പ്രവർത്തിച്ച ആശുപത്രികളുടെയൊക്കെ വീഴ്ചകൾ പരിശോധിക്കേണ്ടതല്ലേ? യഥാർത്ഥത്തില് ഈ അബു എന്ന യുവാവ് നമ്മുടെ ഈ ആരോഗ്യ മേഖലയെ പൂർണ്ണമായും കബളിപ്പിക്കുകയായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അയാളുടെ തട്ടിപ്പിനെ കുറിച്ച് കൂടി ഒന്ന്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് അതുകൂടി ഒന്ന് അറിയണം. തീർച്ചയായും ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുള്ള ചികിത്സ, അതിൻ്റെ ഒരു തുടർച്ചയാണ് അബുവിൻ്റെ നിയമനത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം 2ാം വർഷം MBBSന് പഠിക്കുമ്പോഴാണ് ഇയാൾ ഒരു ആശുപത്രിയിൽ ആദ്യം ചികിത്സയ്ക്ക് കയറുന്നത്. അതായത് സാധാരണ ഒരു നാട്ടുനടപ്പ് പോലെയാണ് ഇപ്പോൾ പല ആശുപത്രികളിലും ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളെ വൈകിട്ട് ഡ്യൂട്ടിക്ക് ആശുപത്രികളിൽ ഇടുന്നത് പലപ്പോഴും നടക്കുന്നു. ഇത്തരത്തിൽ ഈ അബു കുറച്ചുനാൾ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് ഒരു പരിചയസമ്പന്നതയിലേക്ക് അബു എത്തുകയാണ്. കാരണം പ്രാഥമികമായി നൽകേണ്ട ചികിത്സകളെക്കുറിച്ചൊക്കെ ചെറിയ ധാരണ ഉണ്ടാവാം. ഒപ്പം മറ്റു കൂടെയുള്ള ഡോക്ടർമാരിൽ നിന്നൊക്കെ ചില വിവരങ്ങളൊക്കെ ലഭിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതായത് 2ാം വർഷത്തിൽ പരീക്ഷകൾ തോറ്റു തുടങ്ങിയെങ്കിലും ആ 2ാം വർഷത്തിൽ ഒരുപാട് പേപ്പറുകൾ എഴുതിയെടുക്കാനുമുണ്ട്. പക്ഷെ അടുത്ത വർഷങ്ങളിൽ ആ പഠനം നടത്തിയില്ല, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആശുപത്രിയിൽ ഒരു ജോലി നോക്കുന്നു, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ജോലി നോക്കുന്നു, മറ്റുള്ള ഡോക്ടർമാരുമായി ഇടപഴകുന്നു. അത്തരത്തിൽ ഈ യോഗ്യതയുണ്ടോ എന്ന ഒരു സംശയം പോലും, അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യം പോലും
ഉയരാത്ത അവസ്ഥയിലേക്ക് ഇയാളുടെ പരിചയസമ്പന്നത മാറുകയാണ്. ഇയാളെ തന്നെ ഈ TMH ആശുപത്രിയിലേക്ക് മറ്റൊരു പരിചയസമ്പന്നനായ ഡോക്ടറാണ് നിർദ്ദേശിച്ചതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. അപ്പോൾ മുതിർന്ന ഒരു ഡോക്ടർ തന്നെ ഇയാളെ സജസ്റ്റ് ചെയ്യുമ്പോൾ അതേക്കുറിച്ചുള്ള വളരെ വിശദാംശങ്ങൾ തങ്ങൾ തേടിയില്ല എന്ന് തങ്ങളുടെ പിഴവാണ് എന്ന് അവർ പറയുന്നു. മറിച്ച് മറ്റ് 9 ആശുപത്രികളിൽ കൂടി ഇയാൾ ജോലി നോക്കിയിട്ടുമുണ്ട്. അവിടെയും ഈ ഒരു ആശുപത്രിയിൽ ജോലി നോക്കുമ്പോൾ ആ ആശുപത്രിയിൽ ജോലി നോക്കിയ ഡോക്ടർ എന്ന രീതിയിലാണ് അടുത്ത ആശുപത്രിയിലേക്ക് നിയമനം നൽകുന്നത്. അടുത്ത ആശുപത്രിയിലേക്ക് പരിഗണിക്കുമ്പോൾ 2 ആശുപത്രികളിൽ ഇതിനു മുമ്പ് സേവനം നടത്തിയ ആളെന്ന പരിഗണനയാണ് കിട്ടിയത്. ഇത്തരത്തിൽ 8 ആശുപത്രികളിലെ പരിചയസമ്പന്നതയുമായാണ് TMH ആശുപത്രിയിൽ THM ആശുപത്രിയിലേക്ക് ഇദ്ദേഹം എത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ എല്ലാവരും സമർത്ഥമായി കബളിപ്പിക്കപ്പെടുകയാണ്. കാരണം വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഡ്യൂട്ടി നോക്കുന്നു, ആ ഡ്യൂട്ടി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറുന്നു, അവിടെ നിന്നും അടുത്ത ആശുപത്രിയിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു പരിചയസമ്പന്നനായി മാറുമ്പോൾ മറ്റു സംശയങ്ങൾ ഒരു കോണിൽ നിന്നും ഉയരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. എന്തായാലും വ്യാപകമായി ഇത്തരം പ്രക്രിയ ആ വിദ്യാർത്ഥികളെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഡോക്ടർമാരാക്കി പണിയെടുക്കുന്ന സംവിധാനം പല ആശുപത്രികളിലും നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ പരിശീലനത്തിന് കയറി കഴിഞ്ഞാൽ അവർ കോഴ്സ് ജയിച്ചോ അല്ലെങ്കിൽ അവർക്ക് MBBS നേടിയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് പോലും പലപ്പോഴും പരിശോധിക്കപ്പെടുന്നില്ല. കൃത്യമായ ഒരു ഓഡിറ്റിംഗ് ഇക്കാര്യത്തിൽ, ഒരു സ്ക്രീനിങ് ഇക്കാര്യത്തിൽ അനിവാര്യമാകുന്നതാണ് ഇപ്പോൾ നടന്ന ഈ സംഭവം നമുക്ക് വ്യക്തമാക്കുന്നത്. കാരണം ഈ ഒരു കാര്യത്തിൽ തന്നെ പരിശോധിച്ചാൽ വിനോദ് എന്നയാളുടെ മകൻ ഡോക്ടറാണ്, മകന്റെ ഭാര്യ മാളവിക ഡോക്ടറാണ്. ഇവർ 2 പേരും ഈ അച്ഛൻ മരിച്ച ശേഷം ഈ ഡോക്ടറെ ബന്ധപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യാജ ഡോക്ടറെ ബന്ധപ്പെടുന്നുണ്ട്. ഇയാളുമായി അച്ഛൻ്റെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും യാതൊരു സംശയവും ആ കുടുംബത്തിന് ഉണ്ടാവുന്നില്ല. ഇതിനുശേഷം ആ കുടുംബത്തിൽ തന്നെ മറ്റൊരു ബന്ധുവിനൊരു അസുഖമുണ്ടായപ്പോൾ വീണ്ടും ഈ ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ ചെന്നിരുന്നപ്പോൾ ആണ് ഈ ഡോക്ടറായ അശ്വിൻ്റെ ഭാര്യ അവിടെ ഡോക്ടർമാരുടെ പേര് വിവരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഈ അബുവിൻ്റെ പേര് കാണുന്നത്. അപ്പോൾ തന്നെ അവർക്ക് പരിചിതമാണ് ഇയാൾ. കാരണം ഇവർ പഠിച്ച മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്. ഓരോ വർഷവും തോറ്റു പഠിക്കുന്ന അല്ലെങ്കിൽ വിഷയങ്ങൾ ഒരുപാട് എഴുതിയെടുക്കാൻ ഉള്ള ഒരു ആളെന്ന രീതിയിൽ, കോഴ്സ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാത്ത ആളെന്ന രീതിയിൽ ഈ വനിതാ ഡോക്ടർക്ക് ഇയാളെ കുറിച്ച് നന്നായി അറിയാം. അപ്പോഴാണ് മറ്റു സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി അന്വേഷണം നടത്തുകയും മെഡിക്കൽ കൗൺസിലൊക്കെ അന്വേഷിക്കുകയും ചെയ്ത് അപ്പോൾ ഇത്തരം ഒരു ആൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നവർ കണ്ടെത്തുന്നു. ഒരു തികഞ്ഞ വ്യാജ ഡോക്ടറാണ് ഇയാൾ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്തായാലും വളരെ യാദൃച്ഛികമായാണ് ഇത് തെളിയിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇയാളൊരു വ്യാജനാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വ്യാജനാണെന്ന് കണ്ടുപിടിച്ച ശേഷം ആശുപത്രി അധികൃതരോട് ബന്ധപ്പെട്ടപ്പോൾ അവർക്കും മനസ്സിലാവുന്നു നൽകിയ രേഖ തെറ്റാണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ തെറ്റാണ് എന്ന് അവർ കണ്ടെത്തുന്നു. പിന്നീട് പലയിടത്തും അന്വേഷണം നടത്തുമ്പോൾ ഒരിടത്തും ഒരു കൃത്യമായ സർട്ടിഫിക്കറ്റോ മറ്റ് രേഖകളോ കൊടുത്ത് അല്ല ഇയാൾ ജോലിക്ക് കയറിയതെന്ന് വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും ഈ ആശുപത്രിക്ക് മാത്രം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല, പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും കഴിയില്ല. ഇത്തരത്തിൽ പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളെ ഡോക്ടർമാരാക്കി സേവനം ചെയ്യിക്കുന്ന ഈ സംവിധാനം ഇതുപോലെ വലിയൊരു വീഴ്ച പല ആശുപത്രികളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം അത്യാഹിത വിഭാഗത്തിലാണ് ഈ അബു എബ്രഹാം ലൂക്ക് പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അനീഷ്, അങ്ങനെയാണെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രമായി കാണാൻ കഴിയുമോ? ഈ അബുവിന്റെ ഒരു ചരിത്രം പരിശോധിച്ചപ്പോൾ ഇയാൾ MBBS പഠനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല, പരീക്ഷയിൽ പരാജയപ്പെട്ടതിനാൽ പഠനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഇത്തരമൊരു തട്ടിപ്പിലൂടെ ജോലി സ്വന്തമാക്കുന്നത്. ഈ അബുവിനെ പോലെ മറ്റ് നിരവധി ചെറുപ്പക്കാർ നമ്മുടെയൊക്കെ ആശുപത്രികളിൽ ഇതേ രീതിയിൽ ജോലി ചെയ്യുന്നതായി കൂടി സംശയിക്കേണ്ടതല്ലേ അനീഷ്? തീർച്ചയായും ഈ ഡോക്ടർമാരുടെ സംഘടനകൾ തന്നെ നടത്തിയ ഒരു പരിശോധനയിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്വാക്ക് എന്ന പേരുള്ള മുറി വൈദ്യൻ എന്ന പേര് വരുന്ന, അല്ലെങ്കിൽ വ്യാജ ഡോക്ടർ എന്നൊക്കെ പേരുന്ന ക്വാക്ക് എന്ന പേരിൽ ഒരു ആപ്പ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആപ്പിൽ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് തന്നെ കേരളത്തിൽ ഏതാണ്ട് 400-500ഓളം വ്യാജ ഡോക്ടർമാർ പലയിടങ്ങളിലായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നിവർ മനസ്സിലാക്കിയിരുന്നു. ഇവരിൽ പലരും ഈ ഒന്നെങ്കിൽ പൂർണ്ണമായും ഈ യോഗ്യത നേടാത്തവർ, അല്ലെങ്കിൽ MBBSന്റെ കോഴ്സ് കഴിയാതെ തന്നെ അതിനു മുമ്പ് തന്നെ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകൾ, അതുമുതൽ +2 പാസ്സാവാത്ത ആളുകൾ പോലും ഇത്തരം ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അബുവിന്റെ കാര്യം പരിശോധിച്ചാൽ പോലും അയാൾ MBBS പാസ്സായിട്ടുള്ള ആളല്ല, MBBSന്റെ പൂർണ്ണമായ കോഴ്സ് പഠിച്ച ആളുമല്ല. അങ്ങനെ നോക്കിയാൽ അയാളുടെ
അടിസ്ഥാന യോഗ്യത +2 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കേവലം +2 പഠിച്ച ഒരാളാണ് ഇത്രയധികം രോഗികളെ ശുശ്രൂഷിക്കുന്നു. ഒരുപാട് രോഗികൾ ഇയാൾക്ക് വേണ്ടി കാത്തു തന്നെ ഈ ആശുപത്രിയിലേക്ക് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. എന്തായാലും ഇത് സംബന്ധിച്ച വളരെ വിശദമായ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സംഘടനകൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെ ഇവർ അന്വേഷണം നടത്തുകയും ആരോഗ്യ വകുപ്പിനെ കാര്യം അറിയിക്കുകയും ചെയ്തു. പലയിടത്തും പ്രാദേശികമായ SHOമാരെ SIമാരെ ഒക്കെ ഇക്കാര്യം വിളിച്ച് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അത്തരം ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടാകുന്നു. കാരണം ഇങ്ങനെ ഒരു പരാതി ഈ ഇന്ന സ്ഥലത്തെ ഇന്ന ആശുപത്രിയിൽ ഒരു വ്യാജ ഡോക്ടർ ചികിത്സ നടത്തുന്നുവെന്ന് വിവരമുണ്ട് എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ പോലീസുകാർ പലപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ ആ ആശുപത്രിയിലേക്ക് തന്നെ വിളിച്ചു വയ്ക്കും. ഇന്ന പേരിൽ ഒരു ഡോക്ടർ നിങ്ങളുടെ ആശുപത്രിയിലുണ്ടോ, അയാൾ വ്യാജ ഡോക്ടറാണെന്ന് സംശയം തോന്നുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ തന്നെ പരിശോധിച്ച ശേഷം ആശുപത്രി അധികൃതർ പറയുന്നത് ഇങ്ങനെ ഒരു ഡോക്ടർ ഇവിടെ ഇല്ല എന്നാവും. കാരണം ആ കള്ള ഡോക്ടറെ പിടിക്കപ്പെട്ടാൽ ആശുപത്രിക്ക് ഉണ്ടാകുന്ന പേരുദോഷം, മാനഹാനി വളരെ വലുതാണ്. അതുകൊണ്ട് അത്തരത്തിൽ നിരവധി സംഭവങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെ ഡോക്ടർമാരുമായി ഞാൻ ആശയവിനിമയം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഇടങ്ങളിൽ ഇത്തരത്തിൽ ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കുന്നു. കാരണം പലതരത്തിലുള്ള നേട്ടം മാനേജ്മെന്റുകൾക്ക് ഇതുകൊണ്ടുണ്ട്. കാരണം ഒന്ന്, അവർ നൽകുന്ന ഒരു അനുകൂല ഘടകമായി കരുതുന്നത് ഒന്ന് മെഡിസിൻ പഠിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ പ്രാഥമികമായ മരുന്നുകളെ കുറിച്ചൊക്കെയുള്ള ധാരണകൾ ഇവർക്കുണ്ടാവും. അത് വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്കൊന്നും കൊണ്ടുപോയില്ല എന്നൊരു ആത്മവിശ്വാസം. മറ്റൊന്ന്, ഓരോ ദിവസ നിരക്കിലാണ് ഇവർക്ക് ജോലിക്ക് പണം നൽകുന്നത്. ഈ 700 രൂപ മുതൽ 1000 രൂപ വരെയൊക്കെയാണ് ഒരു ദിവസം പല ആശുപത്രികളിലും നൈറ്റ് ഡ്യൂട്ടിയും മറ്റും നോക്കുന്നതിന് ഈ മെഡിക്കൽ സ്റ്റുഡൻസിന്, ഈ MBBS വിദ്യാർത്ഥികൾക്ക് പണം നൽകുന്നത്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോക്കറ്റ് മണി പോലെ കരുതുകയും ചെയ്യാം, മറ്റ് അനുബന്ധ ചിലവുകൾക്കായി എടുക്കുകയും ചെയ്യാം. കുറച്ച് പരിചയസമ്പന്നത മറ്റൊരു ആശുപത്രിയുടെ ചെലവിൽ ലഭിക്കുകയും ചെയ്യും. അതേസമയം ഈ സ്ഥാനത്തേക്ക് ഈ ഹൗസ് സർജൻസിയൊക്കെ കഴിഞ്ഞ ഒരു സാധാരണ ഡോക്ടറായി രജിസ്റ്റർ ചെയ്ത ഒരാളെ നീക്കണമെങ്കിൽ വലിയ ശമ്പളം കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. മാന്യമായ ശമ്പളം തന്നെ കൊടുക്കേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് പഠിച്ചിറങ്ങിയ പലരും ജോലി ഇല്ലാതെ നടക്കുമ്പോഴാണ് ഇത്തരത്തിലെ മുറിവൈദ്യന്മാർ അല്ലെങ്കിൽ കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാത്ത MBBSകാർ ഈ ആശുപത്രികളിൽ ഡോക്ടർമാരായി വിലസുന്നത്. അത് തീർച്ചയായും ഈ ആശുപത്രി മാനേജ്മെന്റുകളുടെ ഒരു സൂചിപ്പിക്കുന്ന കാര്യം, രോഗികളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് പല ആശുപത്രികളും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഈ അബു എബ്രഹാം ലൂക്കിനെ പോലെ കൂടുതൽ പേർ ഇതേപോലെ വ്യാജ ഡോക്ടർമാരായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇതിൽ ഡോക്ടർമാരുടെ, ആശുപത്രി അധികൃതരുടെ പങ്ക് കൂടി പരിശോധിക്കേണ്ട വിഷയമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം.